ഇത്ര വലുതൊക്കെ അല്ല, അത് ആദ്യമായിട്ടാ കാണണേ. അപകടങ്ങളിൽ പെടുകയോ അതിനെ ഉപദ്രവിക്കാൻ ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെ നോക്കി ഒരു ബോൾ പോലെ ചുരുണ്ട് കെടുക്കുന്നതാണ് കേട്ടോ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ അപ്പു ഇത്ര വലുതൊക്കെ അല്ല, അത് ആദ്യമായിട്ടാ കാണണേ. താഴത്ത് വളർത്ത് നോക്ക്, നോക്ക് ഒരു സാധനം ഉടുമ്പ്. ഇത് നോക്ക്, വലിയ സാധനം. നമുക്ക് അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈനാമ്പേച്ചി എന്നറിയപ്പെടുന്ന ഉറുമ്പുതീനി എന്നറിയപ്പെടുന്ന ഒരു ജീവിയെ നമുക്ക് മുളയം എന്ന് പറഞ്ഞ സ്ഥലത്ത്, തൃശ്ശൂർ ജില്ലയിലെ മുളയം എന്ന സ്ഥലത്ത്, പോപ്പിനാർ എന്ന സ്ഥലത്ത് നിന്നാണ് നമുക്കിതിനെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും അപൂർവമായിട്ട് മാത്രം കാണാൻ പറ്റുന്ന ഒരു വളരെ വിചിത്രമായ രീതിയിൽ നമ്മുടെ പ്രകൃതിയുടെ ഒരു സൗന്ദര്യം ഫുള്ളായിട്ട് ഇതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്ന് പറയില്ല, അതുപോലെ അത്രയും മനോഹരമായിട്ടുള്ളൊരു ജീവിയെ നമ്മൾ വളരെ അപൂർവമായിട്ട് മാത്രമാണ് കിട്ടാറുള്ളതും കാണാറുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ജീവിനെ ആണ് നമുക്കിന്ന് റെസ്ക്യൂ ചെയ്യാൻ പറ്റിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ പോലുള്ള ഒരു ജീവിയെ ഞാനും ഇത് എൻ്റെ ജീവിതത്തിൽ രണ്ടാമത്തെ തവണയാണ് ഞാനിതിനെ എൻ്റെ കയ്യിലേക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും മനോഹരമായിട്ടുള്ള ജീവിനെ കണ്ടപ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് കരുതിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് ഈനാമ്പേച്ചി എന്നാണ് നമ്മൾ മലയാളത്തിൽ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഇത്രയും വലിയൊരു ജീവിനെ നമ്മൾ ഇന്ന് കാടിൻ്റെ ഉള്ളിലേക്ക് കയറ്റി റിലീസിങ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ നമ്മളിതിനെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓൾറെഡി ഇതിനെ പട്ടിക്കാട് റേഞ്ചിലേക്ക് കൈമാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവർ അതിൽ നിന്നും പട്ടിക്കാട് റേഞ്ചിലത്തെ സാർമാർ ഇതിനെ കൊണ്ടുപോയിട്ട് പീച്ചി കാടിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടുകയാണ് കേട്ടോ. അപ്പോൾ അതിന് പറ്റി ഏറ്റവും നല്ല വ്യവസ്ഥയിലേക്ക് ഇതിനെ തുറന്ന് വിടുകയാണ്. എന്തായാലും ഇത്രയും മനോഹരമായിട്ടുള്ള ഇത്രയും വലിയൊരു ജീവി കണ്ടില്ലേ, ഒരു ബോൾ പോലെ കണ്ടില്ലേ, ഇതേ കണ്ടില്ലേ, ഒരു ബോൾ പോലെ ഇതിങ്ങനെ ചുരുണ്ട് കിടക്കുന്ന ഒരു പ്രകൃതത്തോട് കൂടിയിട്ടുള്ളൊരു ജീവിയാണ് കേട്ടോ ഈ ഒരു ഈനാമ്പേച്ചി എന്ന് പറയുമ്പോൾ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ മനോഹരമായിട്ടുള്ളൊരു ജീവിയാണ്. ഇതിൻ്റെ മുകളിൽ ഒരുപാട് ചെറിയ ചെള്ള് പോലുള്ള പ്രാണികളൊക്കെ കാണാനുണ്ട്. ഇതിൻ്റെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് ഇന്ത്യൻ പെൻഗ്വിൻ എന്നറിയപ്പെടുന്ന വളരെ അപൂർവമായിട്ടുള്ള വളരെ റയറായിട്ട് കാണപ്പെടുന്ന ഒരു ജീവിയാണ് കേട്ടോ. നമ്മുടെ രാത്രികാല സഞ്ചാരികളിൽ പെടുന്ന ഒരു ജീവിയാണ്. ആളുകളെ നമ്മുടെ മനുഷ്യന്മാരെ അങ്ങനെ ഉപദ്രവിക്കുന്ന ഒരു ജീവിയൊന്നുമല്ല, വളരെ സാധുവായിട്ടുള്ളൊരു ജീവിയാണ്. വളരെ പതുക്കെ വളരെ സ്ലോ ആയിട്ട് സഞ്ചരിക്കുന്ന ഒരു ജീവി കൂടിയാണ് കേട്ടോ. അതിൻ്റെ മുൻഭാഗത്തെ നഖങ്ങൾ കൊണ്ടാണ് ഇവ വലിയ മാളങ്ങൾ ഉണ്ടാക്കുകയും അതിനുള്ളിലാണ് ഇവർ താമസിക്കുന്നത് കേട്ടോ. ഇത് ഏകദേശം കാണുന്നത് ഒരു മെയിലാണിത്. നല്ല അത്യാവശ്യം ഫുൾ ആരോഗ്യവാനായിട്ടുള്ള നല്ല മാക്സിമം സൈസായിട്ടുള്ള ഒരു മെയിൽ ഈനാമ്പേച്ചിയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇവയുടെ വയറുഭാഗത്ത് മാത്രമാണ് ഈ ശൽക്കങ്ങൾ ഇല്ലാത്തുള്ളൂ, ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളിലും ശൽക്കങ്ങളാൽ കവർ ചെയ്തിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവയെ മറ്റൊരു ജീവികൾക്കും അങ്ങനെ എളുപ്പം കൊണ്ട് പിടിച്ച് തിന്നാനൊന്നും സാധിക്കില്ല കേട്ടോ. അതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാമ്പുകളുടേതുപോലെ സാദൃശ്യമുള്ളൊരു നാവുകളുണ്ട്, വളരെ നീളമേറിയിട്ടുള്ള നാവുകളാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത കേട്ടോ. ചെതൽ പോലുള്ള ഉറുമ്പ് പോലുള്ള ജീവികളെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ഭക്ഷിക്കുന്നത്. അതുപോലെ തന്നെ മണ്ണിരയ്ക്ക് ഏറെ ഇഷ്ട ആഹാരങ്ങളിൽ പെടുന്ന ഒന്നാണ് കേട്ടോ. വളരെ അപൂർവമായിട്ട് ചെറിയ തേനീച്ചകളുടെയും ഒക്കെ പിടിച്ചു തിന്നുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളുടെ മാക്സിമം സൈസായിട്ടുള്ള ഒരു ഈനാമ്പേച്ചിയാണ്. ഇതൊക്കെ വളരെ അപൂർവമായിട്ട് കാണുന്ന കാഴ്ച ആയതുകൊണ്ട് തന്നെ വളരെ കണ്ണിന് കൗതുകം ഉണർത്തുന്ന ഒരു വീഡിയോ കൂടി ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ആ തലയുടെ ആ ഒരു നീളഭാഗം കണ്ടില്ലേ, അത് ഈ ചിതൽപ്പത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ തല കടത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത്രയും ഒരു നീളമേറിയിട്ടുള്ള ഒരു തല അവയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോൾ പോലെ ആയിട്ട് അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലൊന്നും കടിക്കാനോ ഇതിനെ പിടിച്ച് ദ്രോഹിക്കാനൊന്നും പറ്റില്ല. കാരണം ഇതിൻ്റെ ഈ ശൽക്കങ്ങൾ കണ്ടില്ലേ, വളരെ മനോഹരമായിട്ടുള്ള ശൽക്കങ്ങളാണ്. നമ്മുടെ ബുള്ളറ്റ് പ്രൂഫിൻ്റെ ഷീൽഡ് പോലെയാണ് ഇവരുടെ കവചങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ശൽക്കങ്ങൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതുകൊണ്ട് തന്നെ കടിച്ചാൽ മറ്റുള്ള ജീവികൾ ഇതിനെ വന്ന് കടിച്ചാലൊന്നും കടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഏൽക്കുകയില്ല കേട്ടോ. അതുപോലെ തന്നെ വാലിൻ്റെ ഭാഗമാണെങ്കിൽ തന്നെ വളരെ സ്റ്റിഫായിട്ടുള്ള നല്ല കട്ടിയേറിയിട്ടുള്ള ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ മുൻകാലുകൾ എന്ന് പറയുമ്പോൾ നഖങ്ങൾ വളരെ ഷാർപ്പായിട്ടുള്ള നഖങ്ങളും പിൻകാലുകളിൽ അത്ര ഷാർപ്പല്ലാത്ത പരന്ന രീതിയിലുള്ള നഖങ്ങളുമാണ് ഇവയ്ക്ക് കണ്ടുവരുന്നത് കേട്ടോ. വളരെ മുഖം നല്ല കൂർമ്മതയുള്ള മുഖവും അതുപോലെ തന്നെ ചെറിയ പാമ്പുകളോട് സാദൃശ്യമുള്ള നാവുകളാണ് ഇവർക്ക് കണ്ടുവരുന്നത് കേട്ടോ. ബാക്ക് കാലുകളിൽ ചെറിയ നഖങ്ങളും ഫ്രണ്ട് കാലുകളിൽ വലിയ നഖത്തോട് കൂടിയിട്ടാണ് ഈ ജീവികൾ കണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ രാത്രി സമയങ്ങളിലാണ് ഇവർ കൂടുതലായിട്ടും സഞ്ചാരം ഇവരുടെ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ രാത്രി സമയങ്ങളിലാണ് ഇവരെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെതൽപ്പുറ്റുകൾ ചെറിയ മണ്ണിരകളൊക്കെയാണ് ഇവരുടെ ഇഷ്ട ആഹാരം കേട്ടോ.
അതുപോലെ തന്നെ ഇവയുടെ മുൻകാലുകൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ വലിയ മാളങ്ങൾ തീർത്ത് അതിനുള്ളിലാണ് ഇവർ താമസിച്ച് വരുന്നത് കേട്ടോ. കൂട്ടമായിട്ടൊന്നും താമസിക്കുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ പോലും ഇണയോടുകൂടി താമസിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ ഈനാമ്പേച്ചികൾ കേട്ടോ. അവർക്ക് എപ്പോഴും സ്ഥിരമായി പോകുന്ന ഒരു റൂട്ട് ഉണ്ടായിരിക്കും. ആ റൂട്ടിലൂടെ തന്നെയാണ് ഇവർ കൂടുതലായിട്ടും സഞ്ചരിച്ച് വരുന്നത്. അങ്ങനെ വളരെ അവിചാരിതമായിട്ട് കൂട്ടം തെറ്റുകയും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയതിനെ തുടർന്ന് എനിക്ക് കോൾ വരികയാണ് ഉണ്ടായത്. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ സൈഡിലേക്ക് ഒളിച്ചിരിക്കുന്ന രീതിയിൽ, ആളുകളെ കണ്ട് പേടിച്ചിരിക്കുന്ന രീതിയിലാണ് എനിക്കിതിനെ കണ്ടെത്താൻ സാധിച്ചത് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രിയാണ് നമ്മളിതിനെ റെസ്ക്യൂ ചെയ്തത്. പിന്നെ നമ്മൾ ഓൾറെഡി പട്ടിക്കാട് റേഞ്ചിലേക്ക് നമ്മളിതിനെ കൈമാറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ കൊണ്ടുപോയിട്ട് ഇതിനെ കാടിൻ്റെ ഉള്ളിലേക്ക് കയറ്റി റിലീസ് ചെയ്യും. അതാണ് നമ്മൾ ഇന്നത്തെ ചെയ്യാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത്. അത്രയും മനോഹരമായിട്ടുള്ളൊരു ജീവിയാണ് നമ്മുടെ ഈ ഈനാമ്പേച്ചി എന്ന് പറയുന്നത് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇതിനധികം നമ്മളങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല. എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം, അതിൻ്റെ തല ഒന്ന് കാണുവാൻ വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ പിടിച്ചു എന്ന് മാത്രം. കണ്ടില്ലേ? നീളമേറിയ ചൽക്കങ്ങളോട് കൂടിയിട്ടുള്ള തലയാണ്. മൂക്കിൻ്റെ ഭാഗത്ത് മാത്രമാണ് കുറച്ച് കണ്ടില്ലേ, അതിന് ടച്ച് വന്നപ്പോൾ അതിൻ്റെ ഈ വാലുകൾ വരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് കണ്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ മേത്ത് ചെറിയ രീതിയിൽ ചെള്ള് പോലുള്ള സാധനങ്ങളും കാണാനുണ്ട്. അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ജീവിയെ വളരെ അപൂർവമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ടില്ലേ? ഇപ്പോൾ ശരിക്കും ഇതൊരു ബോളിൻ്റെ ആകൃതിയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും നമുക്കിന് ഉരുണ്ടു പോകുന്ന രീതിയിലായിരിക്കും ഇതിനെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അതുപോലെ ഈ വാല് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ മുഖവും അതുപോലെ തന്നെ കടി വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളെല്ലാം ഒറ്റയടിക്ക് തന്നെ അത് കവർ ചെയ്ത് വയ്ക്കുന്ന വളരെ എന്താ പറയുക, അത്രയും മനോഹരമായിട്ടുള്ളൊരു ബിഹേവിയറോട് കൂടിയിട്ടുള്ള ഒരു ജീവിയാണ് കേട്ടോ നമ്മുടെ ഈ ഈനാമ്പേച്ചി എന്ന് പറയുന്നത്. ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടില്ല. ആ ഈനാമ്പേച്ചിയാണ് ഈ ഈനാമ്പേച്ചി കേട്ടോ. അപ്പോൾ ഇതുപോലുള്ളൊരു മനോഹരമായിട്ടുള്ള ജീവിനെ നമ്മുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ കാണിക്കാൻ പറ്റിയത് വളരെ ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് കേട്ടോ. കണ്ടില്ല? അപ്പോൾ ഇതൊരു ബോൾ പോലെ ഇങ്ങനെ ചുരുണ്ട് കിടക്കുകയാണെങ്കിൽ ആർക്കും ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ, ഇതിന് കടി കിട്ടാൻ സാധ്യതയുള്ള എല്ലാ ഭാഗങ്ങളും ഇത് വളരെ മനോഹരമായിട്ട് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു ബോളിൻ്റെ സാദൃശ്യത്തിലാണ് ഇപ്പോൾ ഇത് ഇരിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ? എന്തൊരു മനോഹരമായിട്ടുള്ള ഒരു കലാവിരുത് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. നമ്മുടെ സർവശക്തൻ എന്ന് പറയുന്ന നമ്മുടെ ഇതിൻ്റെ എല്ലാം സർവ്വസൃഷ്ടാവായിട്ട് ഞാൻ കണക്കാക്കപ്പെടുന്ന ആ ഒരു ശക്തിയുടെ ഒരു കരവിരുത് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാൻ സാധിക്കും കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ എന്തൊരു മനോഹരമായിട്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും, കണ്ണ് നോക്കി അത് അടച്ചും തുറന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. കണ്ടില്ലേ? ഇതിൻ്റെ കണ്ണ് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. കണ്ണിലൂടെ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ? ശരിക്കും ഒരു ബോള് പോലെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനവിടെ റെസ്ക്യൂവിന് ചെന്ന സമയത്ത് ഇത് എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ ബോള് പോലെ ആവുകയും ഞാൻ ചെറിയൊരു ചാക്ക് തുറന്ന് വെച്ചിട്ട് ആ ചാക്കിലേക്ക് പതുക്കെ ഉരുട്ടി വിടുകയാണ് കേട്ടുണ്ടായത്. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതുപോലുള്ള ജീവികളെ കൈകാര്യം ചെയ്യാനും പറ്റും കേട്ടോ. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ തലഭാഗം വരുന്നത്. ഇവിടെയാണ് നല്ല നീളമേറിയ തലഭാഗങ്ങളാണ് ഇവയ്ക്ക് വരുന്നത് കേട്ടോ. എന്തായാലും അത്ര അപകടകാരികളൊന്നുമല്ല. മനുഷ്യരെ അങ്ങനെ ഓടി വന്ന് കടിക്കുകയോ നമ്മൾ ഉപദ്രവിക്കുകയോ ഒന്നുമില്ല. പക്ഷേ കൂട്ടം തെറ്റി അറിയാതെ ജനവാസ മേഖലയിൽ വന്നതുകൊണ്ട് മാത്രം നമ്മൾ കാണുകയോ ഇടയായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിനെ കാണാൻ പോലും നേരെ ചെയ്യാൻ നമുക്ക് പറ്റുക കേട്ടോ. കാടിൻ്റെ ഉള്ളിലേക്കാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഇതിനെ കാണാൻ പോലും ശരിക്കും പറ്റിയെന്ന് വരില്ല. കാരണം ഇത് എപ്പോഴും വളരെ ഹൈഡായ രീതിയിൽ വളരെ ചെറിയൊരു ചലനങ്ങൾ പോലും നിരീക്ഷിക്കുകയും അതിൽ മറഞ്ഞിരിക്കുന്ന ഒരു പ്രകൃതക്കാരനാണ് നമ്മുടെ ഈ ഒരു ഈനാമ്പേച്ചി എന്ന് പറയുന്നത് കേട്ടോ. കണ്ടില്ലേ? ഇതിങ്ങനെ കുറേ നേരം അങ്ങനെ കിടന്ന് കുറേ നേരം കഴിയുമ്പോൾ ആരുടെയും ഒച്ചയും അനക്കവും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഇവിടെ നിന്ന് ഇത് ചലിച്ച് തുടങ്ങുന്നത് കേട്ടോ. മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുന്നെങ്കിൽ നമ്മളുടെ ആരുടെയും ശബ്ദം പോലും കേൾക്കാത്തൊരു സാഹചര്യം വന്നാൽ മാത്രമേ ഇവിടെ നിന്ന് ചലിക്കുകയുള്ളൂ. അത്രയും നേരം ഇതിവിടെ ഇങ്ങനെ അനങ്ങാതെ കിടക്കുന്നതാണ് ഇവരൊരു മറ്റൊരു ടെക്നിക്ക് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെപ്പോഴും ആളുകൾ ഉപദ്രവിക്കാനും പിടിക്കാനും വളരെ എളുപ്പമുള്ളൊരു ജീവിയായതുകൊണ്ട് തന്നെ മാക്സിമം ആളുകളുടെ അടുത്തേക്ക് എത്താണ്ടിരിക്കുക, അതുപോലെ തന്നെ ഇതിനെ ഉപദ്രവിക്കാൻ വരുന്ന ജീവികളുടെ അടുത്തേക്ക് എത്താണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വളരെ സൈലൻ്റായിട്ട് ചുറ്റുപാടും വളരെയധികം നിരീക്ഷിച്ചുകൊണ്ട് ഏറ്റവും സൈലൻ്റായിട്ട് ഏറ്റവും പതുക്കെ നീങ്ങുന്ന ഒരു ജീവി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഓടിച്ചെന്ന് നമുക്കിതിനെ വളരെ ഈസി ആയിട്ട് പിടിക്കാൻ പറ്റുന്നൊരു ജീവി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ദൈവമായിട്ട് അനുഗ്രഹിച്ച് കൊടുത്തിരിക്കുന്ന ഒരു കഴിവാണ് ഈ ഒരു ശൽക്കങ്ങൾ കേട്ടോ. അപ്പോൾ കാണുമ്പോൾ ഈ ശൽക്കങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ സോഫ്റ്റ് ഒന്നല്ല, നല്ല ഹാർഡായിട്ടുള്ള നല്ല ടൈറ്റായിട്ടുള്ള ശൽക്കങ്ങളാണ് കേട്ടോ.
ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള അടിപൊളി വിശേഷങ്ങൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കാണുവാനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിട്ട്. അപ്പോൾ ഇതുപോലെ അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും നിങ്ങളുടെ സ്വന്തം ലിജോ സൈനിങ് ഓഫ്.